നമസ്കാരം സുഹൃത്തുക്കളെ. കാര്യങ്ങൾ വളരെ വ്യക്തതയോടെ അവതരിപ്പിക്കാൻ മിടുക്കുള്ള ആളാണ് മഹാരാഷ്ട്രയിൽ നിന്നുള്ള കോൺഗ്രസിന്റെ യുവ MP പ്രണീതി ഷിൻഡെ. ഓപ്പറേഷൻ സിന്ദൂർ അപ്രതീക്ഷിതമായി നിർത്തലാക്കിയതിനെക്കുറിച്ചും പഹൽഗാമിൽ തീവ്രവാദ ആക്രമണം നടത്തിയ തീവ്രവാദികൾ ഇപ്പോഴും ഫ്രീ ആയി എവിടെയോ വിലസുന്നതിനെക്കുറിച്ചും മോദിയോട് ശക്തമായി ചോദ്യം ചോദിച്ചുകൊണ്ട് പത്രസമ്മേളനത്തിലൂടെ എത്തിയിരിക്കുകയാണ് അവർ ചോദിക്കുന്ന ഈ കുറിക്ക് കൊള്ളുന്ന ചോദ്യങ്ങൾക്ക് മോദി ഗവൺമെന്റ് ജനങ്ങളോട് മറുപടി പറഞ്ഞേ മതിയാവൂ. അവരുടെ പത്രസമ്മേളനം പൂർണ്ണമായി മലയാളത്തിൽ കേട്ടുകൊള്ളൂ. നിങ്ങൾ ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നമസ്കാരം, ഞാൻ നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾക്കറിയാവുന്നതുപോലെ കുറച്ച് നാളുകളായി നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നിങ്ങളുടെ മാധ്യമത്തിലൂടെ മോദി ഗവൺമെന്റിനോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. മോദി സർക്കാർ രാഷ്ട്രസുരക്ഷ, ഡിപ്ലോമസി, രാജ്യത്തിന്റെ സുസ്ഥിരത എന്നിവയെ ഫോട്ടോഷൂട്ടും ഫേക്ക് പ്രൊപ്പഗാൻഡകളും പ്രചരിപ്പിക്കാനുള്ള ഒരു മാധ്യമം ആക്കി മാറ്റിയിരിക്കുകയാണ്. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം പ്രധാനമന്ത്രി മോദിയുടെ മുഴുവൻ ശ്രദ്ധയും വെറും പബ്ലിസിറ്റി സ്റ്റണ്ടുകളും ആത്മപ്രശംസയും നടത്തുന്നതിൽ മാത്രമായിരുന്നു, അല്ലാതെ ഉത്തരവാദിത്വം നിറവേറ്റുന്നതിൽ ആയിരുന്നില്ല. രാജ്യത്ത് ജനങ്ങൾക്ക് വേണ്ടിയത് നാടകമല്ല, മറിച്ച് ഉത്തരമാണ്. പഹൽഗാമിൽ ഉണ്ടായ അതിക്രൂരമായ തീവ്രവാദ ആക്രമണത്തിൽ നമ്മുടെ നിരപരാധികളായ 26 പൗരന്മാരുടെ ജീവനാണ് നഷ്ടപ്പെട്ടത്. ശേഷം നടന്ന ഓപ്പറേഷൻ സിന്ദൂരിൽ നമ്മുടെ മിടുക്കരായ ജവാന്മാരുടെ ജീവനും ബലി കഴിക്കേണ്ടി വന്നു. അതിനുശേഷം രാജ്യം പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നത് അവിടെ തീവ്രവാദ ആക്രമണം നടത്തി നമ്മുടെ 26 പൗരന്മാരുടെ ജീവൻ അപഹരിച്ച 4 തീവ്രവാദികൾ എവിടെയാണ്? എന്തുകൊണ്ടാണ് സർക്കാർ ഇതുവരെയും അവരെ അറസ്റ്റ് ചെയ്യാത്തത്? അവരെ അറസ്റ്റ് ചെയ്യുന്നതിനു വേണ്ടി സർക്കാർ എന്തെങ്കിലും നടപടികൾ കൈക്കൊണ്ടുകൊണ്ടിരിക്കുകയാണോ? ഞാൻ മോദിയോട് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. സർക്കാർ ആ 4 തീവ്രവാദികളെ അറസ്റ്റ് ചെയ്യുന്നതിൽ പരാജയപ്പെട്ടിരിക്കുകയാണോ? അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സൗദി അറേബ്യയിൽ ചെന്ന് പ്രസ്താവന നടത്തി, ഞാൻ വ്യാപാരത്തിന്റെ പേരിൽ ഭീഷണിപ്പെടുത്തിയാണ് ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും ഇടയിൽ വെടിനിർത്തൽ നടപ്പിലാക്കിയത് എന്ന്. ഞാൻ മോദിയോട് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്, ട്രംപ് ഈ വെടിനിർത്തൽ അനൗൺസ് ചെയ്യുന്നതിനെ കുറിച്ച് മോദി സർക്കാരിന് മുൻകൂട്ടി വിവരം നൽകിയിരുന്നു? ഒരു മൂന്നാം കക്ഷിയായ ട്രംപ്, ഒരു മൂന്നാം കക്ഷിയായ അമേരിക്ക ഈ വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്ന സമയത്ത് ഇന്ത്യക്ക് ഇതിനെക്കുറിച്ച് അറിവ് ഉണ്ടായിരുന്നോ? ഇന്ന് രാവിലെയും കൂടി ട്രംപ് വീണ്ടും പറഞ്ഞിരിക്കുകയാണ് അദ്ദേഹമാണ് വെടിനിർത്തൽ നടപ്പിലാക്കിയത് എന്ന്. ട്രംപ് പ്രഖ്യാപനം നടത്തുന്ന നിമിഷം വരെ നമുക്ക് ഇതിൽ ഒരു മുൻതൂക്കമുണ്ടായിരുന്നു. നമ്മൾ പോരാട്ടം ഏകദേശം വിജയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ ട്രംപിന്റെ ഈ പ്രഖ്യാപനത്തിന് ശേഷം നമ്മുടെ രാജ്യത്തെ വളരെ ശക്തിഹീനമായി നമ്മുടെ സർക്കാർ കാണിച്ചു. നമുക്ക് ഒരു മൂന്നാം കക്ഷിയുടെ ഇടപെടലിന്റെ ആവശ്യമില്ല. വെടിനിർത്തൽ നടപ്പിലാക്കുന്നതിന് നമുക്ക് ഒരു മൂന്നാം കക്ഷി രാജ്യത്തിന്റെ നിർദ്ദേശം ആവശ്യമുണ്ടായിരുന്നില്ല. നമുക്ക് അതിനുള്ള ശക്തിയുണ്ട്. അത് ഇന്ദിരാഗാന്ധി നിക്സന് ഇന്ത്യയുടെ കാര്യങ്ങളിൽ നിങ്ങൾ ഇടപെടേണ്ട എന്ന് പറഞ്ഞ് ഒരു ശക്തമായ കത്ത് എഴുതി മനസ്സിലാക്കി കൊടുത്തതാണ്. അന്ന് പാകിസ്ഥാനെ 2-ാം ദിവസം നമ്മുടെ മുന്നിൽ അടിയറവ് പറയിപ്പിച്ചു. എന്നാൽ ട്രംപ് ഇങ്ങനെ പ്രസ്താവന നടത്തിയപ്പോൾ മോദി സർക്കാരിന് അതിനെക്കുറിച്ച് അറിവില്ലായിരുന്നു. ഓപ്പറേഷൻ സിന്ദൂരിലൂടെ ഇത്ര നന്നായി പോരാടിയ നമ്മുടെ സുരക്ഷാ സേനയ്ക്ക് ട്രംപിന്റെ ഈ പ്രസ്താവന കൊണ്ട് മനോവീര്യം ചോർന്നു പോകാൻ ഇടയായോ? അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തെ ജനങ്ങളുടെ എല്ലാം ആത്മവിശ്വാസം ചോർന്നു പോകാൻ ട്രംപിന്റെ ഈ പ്രസ്താവന ഇടയാക്കിയോ? ഇതിന് ആരാണ് ഉത്തരവാദി? മോദി സർക്കാർ ഇതിനെക്കുറിച്ച് ഉടനടി മറുപടി പറയേണ്ടതായിരുന്നു. എന്നാൽ സർക്കാർ അത് ചെയ്തില്ല. ഈ അപമാനകരമായ നടപടിയെക്കുറിച്ച് മോദി സർക്കാർ ഇന്ന് വരെ നാവനക്കാത്തത് എന്താണ്? അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങുന്നതിന് ഈ വിലയാണോ രാജ്യം നൽകേണ്ടി വരുന്നത്? ഇന്ത്യ ലോകത്തിന്റെ മുൻപിൽ ദുർബലമായി കാണപ്പെട്ടതിന് കാരണം മോദി ഗവൺമെന്റ് ആണോ? അതിലും ആശങ്കപ്പെടുത്തുന്ന കാര്യം നമ്മുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഓപ്പറേഷൻ സിന്ദൂരിന്റെ തുടക്കത്തിൽ നമ്മൾ അവരെ ആക്രമിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് പാകിസ്ഥാന് മുന്നറിയിപ്പ് കൊടുത്തതാണ്. ഞങ്ങൾ നിങ്ങളുടെ ടെററിസ്റ്റ് ക്യാമ്പുകളിൽ മാത്രമേ ആക്രമണം നടത്തുന്നുള്ളൂ, സൈന്യത്തെ ആക്രമിക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് മുന്നറിയിപ്പ് കൊടുത്തത്. എന്തുകൊണ്ടാണ് ഇത് ചെയ്തത്? ഇതിന്റെ ഫലമായി നമ്മുടെ സുരക്ഷ അപകടത്തിൽ ആവുകയല്ലേ ചെയ്തത്? ഈ സെൻസിറ്റീവായ വിവരത്തെക്കുറിച്ച് അതിന്റെ തുടക്കത്തിൽ പാകിസ്ഥാൻ എന്തുകൊണ്ടാണ് വിവരം നൽകിയത്?
ഈ വെളിപ്പെടുത്തലിലൂടെ രാജ്യത്തിന്റെ സുരക്ഷയ്ക്കും രാഷ്ട്രതന്ത്രത്തിനും എത്ര നാശമുണ്ടായി എന്നുള്ളത് ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല. പ്രത്യേകമായി ഇതുകൊണ്ട് നമ്മുടെ എയർഫോഴ്സിന് എന്തെങ്കിലും നാശനഷ്ടമുണ്ടായോ, അവരുടെ സുരക്ഷയിലും വീഴ്ചയുണ്ടായോ എന്ന് ഞാൻ മോദിയോട് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതുപോലെ പ്രതിപക്ഷ നേതാവ് ഇത് ചോദിച്ചുകൊണ്ട് ട്വീറ്റ് ചെയ്തിട്ട് എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്ട്രിയിൽ നിന്നും അതിന് യാതൊരു വ്യക്തതയും നൽകിയിട്ടില്ല. അവരുടെ ഓഫീസിൽ നിന്ന് പറഞ്ഞത് ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷമാണ് പാകിസ്ഥാന് അറിവ് കൊടുത്തത് എന്നാണ്. എന്നാൽ വിദേശകാര്യമന്ത്രി വളരെ വ്യക്തമായി ആണ് പറഞ്ഞത് ഓപ്പറേഷൻ സിന്ദൂറിന്റെ തുടക്കത്തിലാണ് പാകിസ്ഥാനെ വിവരം അറിയിച്ചത് എന്ന്. അതുകൊണ്ട് സർക്കാർ ബാക്ക് ഫുട്ടിലാണോ? എന്തുകൊണ്ടാണ് ഇന്ത്യയിലെ ജനങ്ങളോട് വ്യക്തമാക്കാത്തത് ഇത്ര സെൻസിറ്റീവായ വിവരങ്ങൾ പാകിസ്ഥാനുമായി പങ്കുവച്ചു എന്നുള്ളത്? രാജ്യത്തിന് വ്യക്തതയും സുതാര്യതയും ശക്തമായ നേതൃത്വവും ആവശ്യമായ സമയത്ത് പ്രധാനമന്ത്രി സർവകക്ഷി യോഗത്തിൽ പങ്കെടുക്കേണ്ടതും ഖാർഗെയും രാഹുൽ ഗാന്ധിയും ആവശ്യപ്പെട്ടതുപോലെ പാർലമെന്റിന്റെ ഇരുസഭകളുടെയും ഒരു സ്പെഷ്യൽ സെഷൻ കൂടി ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ചും പഹൽഗാം അറ്റാക്കിനെ കുറിച്ചും ചർച്ച നടത്തേണ്ടതാണ്. മോദി എന്തുകൊണ്ടാണ് ഇതിൽ നിന്നും ഒളിക്കുന്നത്? മോദി സർക്കാർ എന്താണ് ഒളിക്കാൻ ആഗ്രഹിക്കുന്നത്? രാജ്യത്തിന് ഇത്രയും പ്രാധാന്യമുള്ള ഈ കാര്യങ്ങളെ കുറിച്ച് എന്തുകൊണ്ടാണ് ചർച്ച നടത്താൻ തയ്യാറാവാത്തത്? ഞങ്ങൾ പാർലമെന്റ് അംഗങ്ങളാണ്. രാജ്യത്തോടും രാജ്യത്തെ ജനങ്ങളോടും ഉത്തരവാദിത്തമുള്ളവരാണ്. ജനങ്ങൾക്ക് ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഡീറ്റെയിൽസിനെ കുറിച്ച് അറിയാനുള്ള അവകാശമുണ്ട്. അതുപോലെ പഹൽഗാം ആക്രമണത്തെ കുറിച്ച് നടത്തിയ സർവകക്ഷി യോഗത്തിൽ മോദി പങ്കെടുത്തില്ല. ഓപ്പറേഷൻ സിന്ദൂരിനെ കുറിച്ച് വിവരിക്കുന്നതിനു വേണ്ടി പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഒരു സർവകക്ഷി യോഗം വിളിക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. ഇവർ എന്താണ് മറച്ചുവെക്കാൻ ആഗ്രഹിക്കുന്നത്? എന്തുകൊണ്ടാണ് സത്യത്തിൽ നിന്ന് ഒളിച്ചോടുന്നത്? സർക്കാരിന്റെ കഴിവുകേട് കൊണ്ട് ലോക രാജ്യങ്ങളുടെ മുൻപിൽ രാജ്യം ബലഹീനമായി തീർന്നിരിക്കുകയാണ് എന്നുള്ള സത്യം മറച്ചുവെക്കാനാണോ അവർ ആഗ്രഹിക്കുന്നത്? രാജ്യത്തിനുണ്ടാകുന്ന എല്ലാ ദുരന്തങ്ങളും തിളങ്ങുന്ന PR നാടകങ്ങളിലൂടെ മറച്ചുവെക്കുന്ന നാണംകെട്ട പ്രവൃത്തികൾ കൊണ്ട് രാജ്യത്തിന്റെ ജനാധിപത്യത്തിനും ജനാധിപത്യ മൂല്യങ്ങൾക്കും വലിയ ദോഷമാണ് ഉണ്ടായിരിക്കുന്നത്. പ്രധാനമന്ത്രിക്ക് മറുപടി പറയുന്നതിൽ നിന്ന് ഓടിയൊളിക്കാൻ ആവില്ല. രാജ്യത്തെ ജനങ്ങൾക്ക് എഴുതി തയ്യാറാക്കിയ പ്രൊപ്പഗാൻഡ പ്രസംഗങ്ങളും ഡ്രോൺ ഷോട്ടുകളും ശ്രദ്ധാപൂർവം തയ്യാറാക്കിയ സംവിധാനം ചെയ്ത മൗനങ്ങളും ആവശ്യമില്ല. മാന്യമായ മറുപടിയാണ് വേണ്ടത്. PR വർക്ക് കൊണ്ട് സത്യത്തെ മറച്ചുവെക്കാൻ ആവില്ല. ദേശസുരക്ഷ എന്ന് പറയുന്നത് ഒരു റിയാലിറ്റി ഷോ അല്ല. മോദി, ഞങ്ങൾ നിങ്ങളിൽ നിന്ന് മറുപടി ആവശ്യപ്പെടുകയാണ്. മോദി സർക്കാർ ഇത് ഗൗരവമായി എടുക്കേണ്ടതാണ്. നമ്മുടെ രാജ്യത്തിനും ജനങ്ങൾക്കും അടിയന്തരമായി ഈ ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ വേണം. ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ചും പഹൽഗാമിൽ നടന്ന തീവ്രവാദ ആക്രമണത്തെ കുറിച്ചും മോദി സർക്കാരിനോടുള്ള എന്റെയും ജനങ്ങളുടെയും പ്രതിപക്ഷത്തിന്റെയും ചോദ്യങ്ങളാണ് ഇത്. ഇതിന്റെ ഉത്തരം രാജ്യത്തെ ജനങ്ങൾക്ക് മുഴുവൻ നൽകണം. അതുപോലെ ഇന്നും കൂടെ അമേരിക്ക പറഞ്ഞിരിക്കുകയാണ് അവരുടെ ഇടപെടലുകൾ കൊണ്ടാണ് വെടിനിർത്തൽ നടപ്പിലാക്കിയത് എന്ന്. ഇത് നമുക്കും നമ്മുടെ സുരക്ഷാ സേനയ്ക്കും വളരെ ഡീമോറലൈസിംഗ് ആയ കാര്യമാണ്, മനോവീര്യം തകർക്കുന്ന കാര്യമാണ്. ഇതിന്റെ ഉത്തരവാദിത്വവും ഇതിന്മേൽ മൗനം പാലിക്കുന്നതും മോദി എന്നാണ് അവസാനിപ്പിക്കുന്നത്? രാജ്യത്തിന് എന്നാണ് ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്നത്? വളരെ ഗൗരവകരമായ ചോദ്യങ്ങളാണ് ഇവർ ഉന്നയിച്ചിരിക്കുന്നത്. രാജ്യത്തിന് മൊത്തം ഇതിനെക്കുറിച്ച് അറിയാനുള്ള ആഗ്രഹമുണ്ട്. ലോകരാജ്യങ്ങളുടെ ഒന്നും പിന്തുണ നമുക്ക് ഓപ്പറേഷൻ സിന്ദൂറിനെ തുടർന്ന് ലഭിക്കാത്തത് വലിയ ആശങ്ക ഉളവാക്കുന്ന കാര്യമാണ്. എന്നാൽ ഒരു കാര്യം ഞാൻ 100% ഉറപ്പിച്ചു പറയാം. ഭീരുവായ മോദി ഇതിന്റെ പേരിൽ രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കാൻ വേണ്ടി നാടകം കളിക്കുകയല്ലാതെ ജനങ്ങളോട് സത്യമൊന്നും വെളിപ്പെടുത്തുകയില്ല. ഈ വീഡിയോയിൽ ഇത്രമാത്രം. താങ്ക് യു.